ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായി വിറകൊടിക്കാൻ വേണ്ടി വന്ന ഈ റബ്ബർ തോട്ടത്തിൽ വൃശ്ചിക മാസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വെയിലിന് അത്ര വെളിച്ചം പോരാ. ഒരു മങ്ങിയ കാലാവസ്ഥ. ഉണക്കക്കമ്പ് ഏതാണ് പച്ചക്കമ്പ് ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഞാൻ തോട്ടിയുമായൊക്കെ ഓരോ റബ്ബർ മരത്തിൻ്റെ ചുവട്ടിന് ചെന്ന് ഇങ്ങനെ തല പൊക്കി നോക്കിക്കൊണ്ടിരുന്നു. തോട്ടിയിട്ട് പിടിച്ച കമ്പെല്ലാം പച്ചക്കമ്പാണ്. അങ്ങനെ ഞാൻ മറ്റൊരു സ്ഥലത്തോട്ട് മാറിയൊന്ന് നടന്നു നോക്കി. വീട്ടിലേക്ക് ആവശ്യത്തിനായി ഇങ്ങനെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ ചെയ്തതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് സിറ്റിയിലോട്ടൊക്കെ താമസമായപ്പോൾ ഞാൻ ഇതൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ആലോചിക്കാറൊക്കെ ഉണ്ട്, ഒരു പഴയകാല ഓർമ്മകളൊക്കെ. അങ്ങനെ കല്യാണത്തിന് ശേഷം ഞാനും ഒരു നാട്ടിൻപുറത്തുകാരനായി. ഒരു റബ്ബർ കമ്പ് തോട്ടിയെ കൊടുക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് ഊഞ്ഞാലൊക്കെ ഒന്ന് ആടി നോക്കി. ഊഞ്ഞാലാടിയ കമ്പ് ഇതാ ഒടിഞ്ഞു കൂത്തി നിലത്തും വീണ് ഞാനും വീണ്. ഇങ്ങനെയൊക്കെയുള്ളൊരു ഓർമ്മകൾ നിങ്ങളിൽ ചിലരിൽ കാണുമല്ലോ അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ഒരു കാലം ഓർക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം ഒന്ന് വേറെ തന്നെയാണ്. അങ്ങനെ അത്യാവശ്യം കമ്പുകളൊക്കെ ഒടിച്ച് ഞാനും പെറുക്കിയൊക്കെ കൂട്ടിത്തുടങ്ങി. സമയം പോയതറിഞ്ഞില്ല. ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വിറകുകളൊക്കെ കിട്ടി. ഇനി ഇത് വെട്ടിയൊടിച്ച് കൂട്ടി കെട്ടി വേണം, ചുമന്നുകൊണ്ട് വേണം വീട്ടിൽ പോകാൻ. അങ്ങനെ മതിയാക്കാമെന്ന് കരുതിയപ്പോൾ വീണ്ടും ഒരു ഉണക്കക്കമ്പ് കണ്ട് വീണ്ടും അതും ഒടിച്ച് വീണ്ടും വാക്കത്തി കൊണ്ടെല്ലാം വെട്ടി ഒതുക്കി ഞങ്ങൾ ഇനി ഇത് കെട്ടി വേണം തലച്ചുമടായിട്ട് കൊണ്ടുപോകണം. അങ്ങനെ എനിക്കൊരു കെട്ടും ഭാര്യയ്ക്കൊരു കെട്ടും, 2 കെട്ട് വേണം. സത്യത്തിൽ ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള പണിയൊക്കെ ഇപ്പം ചെയ്യുന്നത്. ശരിക്കും ഇതൊക്കെ ഒരു ഓർമ്മകളാണ്, വല്ലാത്തൊരു ഓർമ്മകളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ജീവിച്ച ഒരു കാലം ഉണ്ടായിരുന്നു എനിക്കൊക്കെ. ഇപ്പം ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ്. ആ കാലമൊക്കെ നമുക്ക് തിരിച്ചു വന്ന പോലുള്ളൊരു ഫീലാണ് നമ്മുടെ മനസ്സിൽ. അങ്ങനെ ഈ പണിയൊക്കെ നമ്മൾ സന്തോഷത്തോടെ അങ്ങ് ചെയ്യുവാണ്. വെച്ച് കെട്ടി ഒരു കെട്ട് വിറകാക്കുവാണ്. അങ്ങനെ ഞാനും കെട്ടി. ഇനി ഭാര്യയ്ക്കും ഒരു കെട്ട് കെട്ടി കൊടുക്കണം. അങ്ങനെ ഭാര്യയുടെ വിറക് ഇവിടെ ഞാനിതാ കെട്ടിക്കൊടുക്കുകയാണ്. ഭാര്യ സ്വന്തമായൊരു ചുമ്മാടൊക്കെ ഉണ്ടാക്കി, വള്ളിപ്പയർ വെച്ചൊരു ചുമ്മാ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഭാര്യ ആദ്യ ലോഡ് തലയിൽ വെച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയി ചിരിച്ചുകൊണ്ട്. തലയിൽ ഭാരം ഇരിക്കുന്നതിൻ്റെ ഒരു വിഷമവും ഭാര്യയ്ക്കില്ല. ഭാര്യ ആദ്യ ലോഡ് ഇറക്കിയിട്ടതാ വീണ്ടും തിരിച്ചു. അപ്പം ഞാൻ പാറപ്പുറത്തിരുന്ന് ഇങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ലോഡ് ഞാനും തലയിൽ വെച്ച് ഞാനും കയറി കയറ്റം. അപ്പോഴും സൂര്യൻ്റെ വെട്ടത്തിന് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് പോയി കിട്ടി. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി വരും വരെ ബായ്.